ഹലോ എവ്രി വൺ, വെൽക്കം ടു മിക്സ് വ്ളോഗ്സ് ഫോർ യു ചാനൽ. ഇന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു വെണ്ടക്ക കറി നോക്കിയാലോ. എപ്പോഴും ഈ മെഴുക്ക് പുരട്ടിയും തീയലും ഒക്കെ വെച്ച് മടുത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി വെണ്ടക്ക എടുത്ത് നന്നായി വൃത്തിയായി കഴുകി ഇതേപോലെ അരിഞ്ഞെടുക്കണം. അതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അത് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 2 സ്പൂണ്, കുഞ്ഞു സ്പൂണിന് 2 സ്പൂണ് കടുക് ചേർക്കുന്നുണ്ട്. കടുക് ചേർത്ത് അത് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർക്കണം. ഉലുവ കുറച്ച് ചേർത്താൽ മതി. അതിന് ശേഷം ഒരു ഉള്ളിയും 3 പച്ചമുളകും അരിഞ്ഞിട്ട് അതും ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം കുറച്ച് കരിവേപ്പില ചേർക്കണം. അതും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൽ അരിഞ്ഞ് വെച്ച വെണ്ടക്ക ചേർക്കണം. വെണ്ടയ്ക്കെല്ലാം ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ വഴുവഴുപ്പുണ്ടല്ലോ അത് മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. കുറച്ചൊരു ഹാഫ് ആയി കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഹാഫ് ബോയിൽ ആയി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ആ വഴുവഴുപ്പെല്ലാം മാറി വരുന്നവരെ നന്നായി വറുക്കണം ആ എണ്ണയിൽ കിടന്നിട്ട് കേട്ടോ. അതിന് ശേഷം ഏകദേശം അത് കുറച്ചൊന്ന് മാറി കഴിയാനാവുമ്പോൾ തക്കാളി ഇതേപോലെ നീളമായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതും ഇട്ടിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അപ്പോഴത്തേക്ക് കറക്റ്റ് വഴണ്ട് കിട്ടും. അതിന് വേണ്ടി കുറച്ച് തേങ്ങ വേണം. അതിലേക്ക് മുഴുവൻ മല്ലി ചേർക്കുന്നുണ്ട്, ഒരു 2 സ്പൂണ്. അതിനുശേഷം ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് എല്ലാം വഴണ്ടിട്ടുണ്ടോ നോക്കാം. കറക്റ്റ് കണ്ടോ, എല്ലാം വഴണ്ട് നല്ല കൃത്യപാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഈ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് കൂട്ടാം. ഓക്കെ, ഇതാ അരപ്പൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ. അരപ്പ് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് ആ ബാക്കി ഒഴിഞ്ഞ ജാറിലുള്ള ഇതൊക്കെ അരപ്പൊക്കെ വടിച്ച് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഈ സമയത്ത് തിക്നെസ് നോക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അവരവർക്ക് കൊഴുപ്പിന് തിക്നെസ് എത്രയാണ് വേണ്ട കറിക്ക് അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. പുളി വേണമെന്നുള്ളവർക്ക് പുളിയും ചേർക്കാം കേട്ടോ. ഞങ്ങൾ തക്കാളി ഇട്ടുകൊണ്ട് പുളി ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, നന്നായി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, തിളച്ച് നല്ല ഏകദേശം തിക്നെസ് എത്രയാണ് വേണ്ടത് അത്രയും നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നോക്കിക്കേ, നല്ല അടിപൊളി കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തെങ്കിലും ഒരു വറവും ഈ കറിയും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടവരെല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടുകൂടെ എനിക്കൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ആരൊക്കെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.